അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ ഇന്ന് 20-ാം രാവാണ്. ഏതാനും ദിനങ്ങൾ മാത്രമാണ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമാകാനുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ റമദാനിലേക്ക് എല്ലാവരെയും എത്തിപ്പിച്ചു തന്നു. ആ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, നമുക്ക് ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ മജ്ലിസ് ചൊല്ലാനുള്ള പ്രധാനപ്പെട്ട ദിക്റും സ്വലാത്തുകൾ നമുക്ക് നല്ല രൂപത്തിൽ ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. ആദ്യം നമുക്ക് പരിശുദ്ധ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ ഇതുവരെയും ചൊല്ലി വന്ന ഇസ്തിഗ്ഫാർ എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. നമ്മുടെ തെറ്റുകൾ രേഖപ്പെടുത്തിയ കിതാബിനെ തന്നെ അല്ലാഹു തആല പരിച്ചു കളയാൻ വേണ്ടി, അതിനെ കീറിക്കളയാൻ വേണ്ടി ആ തെറ്റുകൾ രേഖപ്പെടുത്തിയ മലക്കിനോട് അല്ലാഹു പറയുമെന്ന് നമുക്ക് ഹദീസിൽ കാണാവുന്നതാണ്. അത്രയും മഹത്വമുള്ളൊരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം 7 തവണ വീതം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നമുക്ക് ഫത്താഹ് എന്ന ഇസ്മ 71 തവണ വീതം 71 തവണ വീതം എല്ലാവരും കൂടെ ചൊല്ലണം. ഫത്താഹി എന്ന ഇസ്മ ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വവിധ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കും. അവനിക്ക് വിജയങ്ങളുടെ വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുക്കും. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. അത്രയും മഹത്വമുള്ളൊരു ഇസ്മാണ് ഫത്താഹി എന്ന ഇസ്മ. എല്ലാവരും കൂടെ 71 തവണ വീതം ഏറ്റുചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ്, 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 يا فتاح يا الله، يا فتاح يا الله، يا فتاح يا الله، يا فتاح يا الله،
يا فتاح يا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കനി സ്വലാത്തു സആദ ചൊല്ലണം. സ്വലാത്തു സആദയുടെ മഹത്വം ഓരോ ദിനങ്ങളിൽ അത് വിശദീകരിച്ചിട്ടാണ് നമുക്ക് സ്വലാത്തിലേക്ക് ഇതുവരെയും പ്രവേശിച്ചത്. സ്വലാത്തുൽ സആദ, സആദത്തുദ്ദാറീൻ, ഇരുലോക വിജയത്തിനുള്ള സ്വലാത്താണ്. ഒറ്റ സ്വലാത്തു ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തു ചൊല്ലിയ സ്ഥാനത്തായിരിക്കും ഒറ്റ സ്വലാത്ത് നിൽക്കുന്നത്. ഇത്രയും മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തു സആദ. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. മുഖനി സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. അത്ഭുതമാണ് ഈ സ്വലാത്ത്. ഒറ്റ തവണ ചൊല്ലിയാൽ 14 കോടി സ്വലാത്ത് ചൊല്ലിയ സ്ഥാനത്തായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതും, അതേപോലെ തന്നെ മഹാന്മാരുടെ ജീവിതത്തിൽ ഓരോ ഫർനിസ്കാരങ്ങൾക്കു ശേഷം 10ഉം അതല്ലാത്ത സമയങ്ങളിൽ 100ഉം അതിനേക്കാളേറെ പതിവാക്കിയ അതിമഹത്തായ സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ. എല്ലാവരും കൂടി 11 തവണ വീതം ഏറ്റുചൊല്ലുക. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി നാരിയത്ത് സ്വലാത്തിലേക്ക് പ്രവേശിക്കണം. എല്ലാവരും 11 തവണ നാരിയത്ത് സ്വലാത്ത് ഏറ്റുചൊല്ലുക. സർവ്വ മുറാദും അല്ലാഹു തആല ഹാസിലാക്കാൻ നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം പതിവാക്കുക എന്നുള്ളത് അതിനൊരു കാരണമാണ്. നാരിയത്ത് സ്വലാത്ത് മഹാന്മാരുടെ ജീവിതത്തിൽ പതിവാക്കിയ അതിമഹത്തായ ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അത്ഭുത ഫലം നമുക്ക് കണ്ട് അത് അനുഭവിക്കാൻ പറ്റും. അത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. എല്ലാവരും ഏറ്റുചൊല്ലുക. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم
واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد
وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നീ സ്വീകരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം, അവിടുത്തെ മാതാപിതാക്കൾ അല്ലാഹുവേ അവിടുത്തെ ജിദാദികൾ ദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ സർവ്വ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാർ അല്ലാഹ് കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ നമ്മുടെ കൂടെ സ്വലാത്തും ദിക്ർ ചൊല്ലുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അവരുടെ ഹദറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹു നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. സലീമായ കൽബ് നൽകണം അല്ലാഹ്. കിബറില്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. പടച്ചറബേ നാം ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ അല്ലാഹ് പരിശുദ്ധ ഖുർആനൊക്കെയും നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യമക്കള്, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠനുജന്മാർ, പെങ്ങന്മാർ അല്ലാഹ് നമ്മുടെ കൂടെ സ്വലാത്തും ദിക്റുകൾ ചൊല്ലിയ ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട് റബ്ബേ. എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ. നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ. നമ്മുടെ ഓരോന്നിലും നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. നമ്മുടെ കൽബ് ശുദ്ധിയാക്കണമല്ലോ. നമുക്ക് നീ നല്ല സ്വഭാവം നൽകണമല്ലോ. ഹുസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. ഹുസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. നല്ല സ്വഭാവികളാക്കണമല്ലോ.
ആരോടും വെറുപ്പില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ, ഫസാദുണ്ടാക്കാതെ, മറ്റുള്ളവനെ കുറിച്ച് വേദനിപ്പിക്കാതെ, വാക്കാലോ പ്രവർത്തന മൂലം ആരെയും വേദനിപ്പിക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നാം ചെയ്യുന്ന ഓരോ അമലുകളും, നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നിന്റെ തൃപ്തിയിലായി, നിന്റെ തൃപ്തി ആശിച്ചു വേണ്ടി ചെയ്യുന്നവരാക്കണമല്ലോ. അല്ലാഹുവേ, നിസ്കാരങ്ങൾ നമുക്ക് ഇഖ്ലാസ് നൽകണമല്ലോ, ഭയഭക്തി നൽകണമല്ലോ, ഖുശൂഹ് നൽകണമല്ലോ, ലദ്ദത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, ദിക്റുകൾ സ്വലാത്തുകളൊക്കെയും നമുക്ക് നല്ല അതിന്റെ അദബോടെ ചൊല്ലാനും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്റെ മഹാന്മാർ ചൊല്ലിയതുപോലെ നമുക്കും ചൊല്ലാനുള്ള, അതിന്റെ ലദ്ദത്ത് അനുഭവിച്ച് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആയുസ്സിൽ പല തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. ആയുസ്സിൽ പല തവണ നീ ഭാഗ്യം നൽകണമല്ലോ. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും നീ പച്ചപ്പ് വരുത്തണമല്ലോ. അല്ലാ, ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാതെ സ്വലാത്തിലായൊന്നു ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഒരു അപകട മരണങ്ങളിൽ പെടുത്തി ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ കുടുംബത്തെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹു, ആറ്റട്ടുക പോലത്തെ മരണങ്ങൾ നമുക്ക് നീ വിധിക്കല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നമുക്കത് അറിയിച്ചു തന്ന് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നല്ല സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത് വെച്ച് അല്ലാ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്ന, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മുടെ റൂഹ് നീ പിടിക്കണം റഹ്മാനെ. അതും പരിശുദ്ധ മദീനയിലാക്കണമല്ലോ. ജന്നത്തുൽ ബഖിയയിൽ പോയി പാവികളായ നമുക്ക് കിടക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. തൗഫീക്ക് നൽകണം റഹ്മാനെ. തൗഫീക്ക് നൽകണം റഹ്മാനെ. റബ്ബേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, മറ്റുള്ളവനെ കുറിച്ച് ഗൈബത്ത് പറയാതെ, വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. നമുക്ക് നേരെ വരുന്ന എല്ലാ സിഹ്റും കണ്ണേറും, എല്ലാവിധ ഫിത്നയും, എല്ലാവിധ അക്രമങ്ങളും ശത്രുതയും എല്ലാം നീ നമ്മൾ നീക്കിക്കളയണമല്ലോ. നീ കാവലാകണം റഹ്മാനെ. നീ കാവലാകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവർക്ക് നല്ല വീട് നൽകണമല്ലോ. വീടില്ലാതെ വിഷമിക്കുന്ന ഓരോ മുഅ്മിനാത്തുകൾക്ക് നല്ല വീട് നൽകണമല്ലോ. ബറക്കത്തുള്ള നല്ല വീട് നൽകണമല്ലോ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കളുണ്ട്. അനുയോജനകളെ കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. അനുയോജനകളെ കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ, സ്വാലിഹത്തന്മാരിൽ ചേർക്കണമല്ലോ. നീ ചേർക്കണമല്ലോ. അവരുടെ എക്സാമുകളിൽ നല്ല വിജയം നൽകണമല്ലോ. നല്ല മാർക്കോടെ പാസ്സാക്കണമല്ലോ. നല്ല മാർക്കോടെ എക്സാമിൽ അവർക്ക് വിജയിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നല്ല ബുദ്ധിശക്തി, ചിന്താശക്തി, ഓർമ്മശക്തി ഇട്ടുകൊടുക്കണം റഹ്മാനെ. നീ കൊടുക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എളുപ്പ വഴി നീ തുറന്നു കൊടുക്കണമല്ലോ.
കടങ്ങൾ തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. റബ്ബേ അല്ലാ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണമല്ലോ, നല്ല ജോലി നൽകണമല്ലോ. അവർ ആഗ്രഹിക്കുന്ന ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. ഉള്ള ജോലിയിൽ, ഉള്ള കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണമല്ലോ, അഭിവൃദ്ധി നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ. അല്ലാഹുവേ, രോഗികളായ സർവർക്കും നീ ശിഫ നൽകണമല്ലോ. അജിലായ തമായ പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാ, നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ അതിനെ തുടച്ചു മാറ്റണമല്ലോ, തുടച്ചു മാറ്റണം റഹ്മാനെ. പൂർണ്ണ ആഫിയത്തും ആരോഗ്യം നമുക്കൊക്കെയും തന്നെ അനുഗ്രഹിക്കണമല്ലോ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണമല്ലോ, സുഖപ്രസവം നൽകണമല്ലോ, സുഖപ്രസവം നൽകണമല്ലോ. കീരിമുറിച്ച് അല്ലാ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരവസ്ഥ നീ എത്തിക്കല്ലേ അല്ലാ, നീ വിധിക്കല്ലേ അല്ലാ. നല്ല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ, നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.